നമസ്കാരം, ഹാപ്പി ട്രാവലിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയേക്കാണ്. കോഴിക്കോട് ജില്ലയിൽ നമുക്കൊരു 1 ഡേ കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ഡെസ്റ്റിനേഷൻസ്. അപ്പോൾ നമ്മൾ വയനാട് തന്നെയാണ്, പക്ഷേ നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷനാണ് ഇവിടുത്തെ ക്ലൗഡ് ബേ എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ വരുന്ന ഒരു വ്യൂ പോയിൻറ്റ്. നമ്മൾ വയനാടാന്നൊക്കെ നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ ഒരു വ്യൂ പോയിൻ്റ് ആവും. ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, എൻട്രി ഫീസ് ഉണ്ട് 50 രൂപ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ നമ്മളിവിടെ എത്തിയേക്കാണ്. ഇതിൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടില്ലെങ്കിൽ നിങ്ങൾ കാണണം, അതൊരു അടിപൊളി വ്യൂ പോയിൻ്റാണ്. അപ്പോൾ ഹാപ്പി ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കൂടുതൽ ഈ 3 പേരുണ്ട്, കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുത്തിയവർ തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു വ്യൂ പോയിൻ്റൊക്കെ കണ്ടില്ലേ, അവിടെ നമ്മൾ നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയേക്കാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ട്, കാരണം വയനാട്ടിലെ മറ്റൊരു വ്യൂ പോയിൻ്റാണ് മുള്ളമ്പാറ വ്യൂ പോയിൻ്റൊക്കെ. അവിടെ ഒരു അടിപൊളി ഏർലി മോർണിംഗ് വ്യൂ ഒക്കെ ഇട്ട് ഒരു അടിപൊളി വീഡിയോ കഴിഞ്ഞ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ട് തീർച്ചയായിട്ടും കാണാം. അപ്പോൾ നമ്മൾ നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷനായ ക്ലൗഡ് ബേ ഉണ്ടോ, ക്ലൗഡ് ബേ വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ വന്നേക്കാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ടിക്കറ്റൊക്കെ എടുത്ത് വേണം കയറാൻ. ഒരാൾക്ക് 50 രൂപ എന്താണ്. അപ്പോൾ അതെ ഗൂഗിൾ പേ ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും പോയി ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറി നോക്കാം. അപ്പോൾ നമ്മളിത് ടിക്കറ്റൊക്കെ എടുത്തു. പെർ ഹെഡ് 50 രൂപ, ടോട്ടലി 200 രൂപയും നമ്മൾ 4 പേർക്ക്. ഇനി കുറച്ചങ്ങോട്ട് നടക്കണം വ്യൂ പോയിൻറ്റിലേക്ക്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. പിന്നെ ഇങ്ങോട്ട് വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫുഡൊക്കെ ഓപ്ഷൻസ് ലിമിറ്റഡ് ആണ്. വളരെ കുറച്ച് ഹോട്ടൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ. ചായക്കടകൾ പോലും തുറന്ന് വരുന്നവരും ഇനിയിപ്പോൾ ഞായറാഴ്ചയൊക്കെ ആണെന്നാണോ അറിയില്ല. പക്ഷേ പൊതുവേ ഞായറാഴ്ച ആകുമ്പോൾ ടൂറിസ്റ്റുകളൊക്കെ കൂടുതലും മറ്റേ കടകളൊക്കെ നേരത്തെ തുറക്കല്ലേ കണ്ടത്. അപ്പോൾ ഞങ്ങളിതുവരെ രാവിലെ അവിടെ നിന്ന് കണ്ടില്ലേ, അപ്പോൾ ഒരു കാലി ചായ കുടിച്ചാൽ പിന്നൊന്നും കഴിച്ചിട്ടില്ല. വിശപ്പിൻ്റെ ഉൾവിളി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അറിയില്ല, ഇനിയിപ്പോൾ എന്തായാലും ഇവിടെയും കൂടി കണ്ട് തിരിച്ചു പോകുന്ന വഴി വല്ല കയറി കഴിക്കണം. നല്ല വിശപ്പുണ്ട്. അപ്പോൾ വരുന്നവർ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഫുഡിനുള്ള ഓപ്ഷൻസൊക്കെ കുറവാണ്. നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യാം. ഒരുപാട് റിസോർട്ട്സും ഹോം സ്റ്റേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു വ്യൂ പോയിൻ്റ് ഇല്ലേ ക്ലൗഡ്സ് ബേ പറയുന്നത് ആക്ച്വലി ഇവിടെ ഒരു ഹട്ട്സും റൂംസും ടെൻ്റൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നവരാണ്. നിങ്ങൾക്ക് ഇവിടെ തന്നെ വേണമെങ്കിൽ റൂം എടുക്കാം. അപ്പോൾ റൂം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻട്രി ഫീ ഒന്നും ഇല്ലാതെ തന്നെ ഈ വ്യൂ പോയിൻറ്റിൽ പോയി വ്യൂ ഒക്കെ കാണാം. ഒരു രാത്രി ഇവിടെ സ്റ്റേ ചെയ്യാം. സബ്റ്റ് ചെയ്യൂ. നമുക്കിപ്പോൾ വന്നു പോകാനുള്ള ദൂരമല്ലേ ഉള്ളൂ, ചുമ്മാ അവിടെ സ്റ്റേ എടുക്കണ്ടല്ലോ. അപ്പോൾ വന്നു 50 രൂപ ടിക്കറ്റ് എടുത്തു വ്യൂ കാണാൻ പോവാണ്. ഇത് രാവിലെ തൊട്ട് സ്റ്റെപ്പ് കയറലും സ്റ്റെപ്പ് ഇറങ്ങൽ തന്നെയാണ്. ഇവിടെ എന്തെങ്കിലും സ്റ്റെപ്പൊക്കെ കയറി അയ്യോ. അപ്പോൾ ഇവിടെയും സ്റ്റെപ്പൊക്കെ കയറി നമ്മൾ കുറച്ച് ദൂരം നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ നമുക്കിത് ഇവിടെ ഒരു കിഡ്സ് പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്. ഒരു തന്തയും ഒരു തള്ള അവിടെ ഇരുന്ന് ഊഞ്ഞാലാടുണ്ട്. കുഞ്ഞു പിള്ളേർക്കുള്ള അത് 29 വയസ്സുള്ള ഒരു തന്തയും 30 വയസ്സുള്ള ഒരു ആൻറ്റിയും. ചുമ്മാ പറയാ. ഉച്ചയ്ക്ക് മുകളിൽ വെയിലടച്ച് തുടങ്ങിയപ്പോൾ നമ്മൾ നൈസായിട്ട് ആ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് ഇറങ്ങി. എനിക്കറിയാം ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്, പക്ഷേ ഒരുമിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ വീഡിയോ ആകുമെന്ന് അറിയാത്തതുകൊണ്ടാണ് ഞാനിതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്തത്. അപ്പോൾ വ്യൂ പോയിന്റ് കണ്ടില്ലേ, നിങ്ങൾ കണ്ടില്ല, അത്രയേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് അട്രാക്ഷനൊന്നുമില്ല. ഇപ്പോൾ ചില ഒരു വിൻ്ററിലൊക്കെ പ്രത്യേകിച്ച് ചില മിസ്റ്റി മോർണിംഗ്സ് ഒക്കെ ഉള്ളപ്പോൾ ഇവിടെ വന്നാൽ നല്ല വ്യൂ ആയിരിക്കും. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ഈ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, അത് ഓപ്പൺ ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ 8:30 അപ്പോൾ ആ ടൈമിംഗ് ഒന്ന് ഓർത്ത് വെച്ചോളൂ. പക്ഷേ ഞങ്ങളൊന്ന് 8:15 ആകുമ്പോഴത്തേക്കൊക്കെ എത്തി. അപ്പോഴത്തേക്കും അവിടെ കൗണ്ടറിൽ ആളുണ്ടായിരുന്നുകൊണ്ട് ടിക്കറ്റ് എടുത്ത് നമ്മൾ കയറി. പക്ഷേ യൂഷ്വലി പറയുന്ന സമയം 8:30, അപ്പോൾ ആ ഒരു സമയത്തിനോട് അടുപ്പിച്ച് വന്നാൽ മതി. അപ്പോൾ നിങ്ങൾ വയനാട് വരുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ആദ്യം കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ഒരു സ്പോട്ടിൽ അങ്ങോട്ട് പോകുക. അവിടെ പിന്നെ സമയത്തിൻ്റെ പ്രശ്നമില്ലല്ലോ, ടിക്കറ്റ് എടുക്കണ്ട. എന്നിട്ട് അവിടെയൊക്കെ കറങ്ങി തിരിച്ചൊരു 8:30 ആകുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് വന്നാൽ നിങ്ങൾക്ക് ഇവിടെയും കവർ ചെയ്യാം. ഞാനിതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആയിട്ടൊന്നും പറയില്ല, ജസ്റ്റ് ആ ഒരു വ്യൂ പോയിൻറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ വയനാടിലെ വീഡിയോസും ഫോട്ടോസ് കാണുമ്പോൾ ഒരു ഐക്കോണിക് പ്ലേസ് എന്ന് പറഞ്ഞ് കാണുന്ന ആ ഒരു വ്യൂ പോയിൻറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മിസ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. ഞാൻ 100% ഷുഡ് കം എന്നുള്ളൊരു കാറ്റഗറിയിലൊന്നും പെടുത്തില്ല. അപ്പോൾ ഏതായാലും നമ്മളിത് എവിടെ തിരിച്ചിറങ്ങാണ്. പിള്ളേരൊക്കെ വിശന്ന് വലിഞ്ഞ് ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കുകയാണ് ഫുഡ് കഴിച്ചതിന് ശേഷം കേട്ടോ. നമ്മളടുത്ത പോകാൻ പോണത് ഇവിടുത്തെ ഒരു സ്വിറ്റ്സർലാൻഡ്, മിനി സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ പറയുന്ന കരിയാത്തുപാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.